എല്ലാവരും എന്നെ ഒരു വെള്ളത്തിൽ മുങ്ങിയ പോലെ ഞാൻ ഇപ്പൊ എല്ലാവരുടെ പ്രശംസകളും ആശംസകളും പുകഴ്ത്തലുകളും എല്ലാം കേട്ടിട്ട് എനിക്ക് ഞാനിങ്ങനെ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇങ്ങനെ എല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ ഈ ചെറിയൊരു ഇതിൽ പങ്കുകൊള്ളാൻ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഓരോരുത്തരും ദൂരം നിന്ന് വണ്ടി പിടിച്ച് ഗ്യാസ് സമയത്ത് എറണാകുളത്ത് നിന്ന് തന്നെത്താൻ വണ്ടി പിടിച്ചുകൂടെ വരെ എത്തി. അതുപോലെ തന്നെ അനിയത്തിമാര് ജോസി, മിച്ചി, ഗഡേസി എല്ലാവരും ഇവിടെ എന്നെ അഭിനന്ദിക്കാനായിട്ട് ഇവിടെ വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ വത്സ, ഡാഡി, പിന്നെ ഡേവിസ്, ജോസി, ഓരോരുത്തരെയും പ്രത്യേകം പറയും. എല്ലാ മക്കളും ഇവിടെ വന്ന് മേരിയുടെ അമ്മയുടെ ഇവിടെ വന്ന് ഇതിലെല്ലാം പങ്കുകൊണ്ടതിന് ചെറിയ പരിപാടിയുടെ പങ്കുകൊള്ളതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ മോളെ പറ്റി പറയുകയാണെങ്കിൽ മോളെ ഇവിടെ നിന്നിട്ട് ഈ ആഘോഷം നടത്തുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ഓടി നടന്നിട്ടുണ്ടാവും. രണ്ടുപേരും പിന്നെ മാത്രല്ല ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടുപേരും കുറേയധികം ഓരോ ദിവസവും അമ്മയ്ക്ക് എന്താ വേണ്ടേ, മാമയ്ക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓടി നടന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തു. അങ്ങനെ ഉടുപ്പ് വാങ്ങാനായിട്ടും എത്ര പ്രാവശ്യം ഉടുപ്പ് വാങ്ങാൻ ഓടി നടന്നിട്ടുണ്ട്. അങ്ങനെ മാമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഓരോരുത്തരോട് ഞാൻ അനിയത്തിമാരുടെ പാട്ടും പ്രസംഗവും എല്ലാം കൂടിയിട്ട് മനോഹരമാക്കി നമ്മുടെ ഈ പരിപാടി ചെറുതായ എല്ലാം കൊണ്ട് അതിപ്പോ നിസ്സാരമായിട്ട് നടത്തിയിട്ടുള്ളൂ. ഇനി ജോമൻ പറഞ്ഞിരിക്കുന്നത് അവൻ വന്നിട്ട് നമുക്ക് ജയമായിട്ട് നടത്തണം. ഇപ്പൊ ചെറുതായി നടത്തിയാൽ മതി. ഹലോ, നന്ദി പ്രകടനം പറയണത് പ്രത്യേകം അമ്മാവിന്റെ വേണ്ടി പ്രാർത്ഥിക്കണായിട്ട് ഇവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിനാര് വീട്ടില് എല്ലാവരും കൂടി എല്ലാവരും പാട്ടും പ്രസംഗവും എല്ലാം കൂടി ആയിട്ട് അമ്മാമ്മനെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിരിക്കുക. ഞാനേ 4 മണിയാകുമ്പോ അങ്ങോട്ട് പോയി പറഞ്ഞാ മതി. അതെ,
രണ്ടുപേരും പൊന്നാടായിക്കൊണ്ട് എന്നെ മൂടി. അങ്ങനെ എല്ലാം കൊണ്ടും അതിനൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഒരു പാട്ട് പാടിയുടെ കേട്ടപ്പോ സങ്കടം വിചാരിച്ചിരുന്നു. കാരണം അവള് വരാനൊന്നതായിരുന്നു. അടുത്തന്നെ വരും കൂടാന്നൊക്കെ പറഞ്ഞതായിട്ട് വരാൻ പറ്റും. അങ്ങനെ പിള്ളേര് എല്ലാവരും മേരി ജോസൂട്ടിനൊക്കെ ജോലിയൊക്കെ കൂടെ നിർത്തി വെച്ചിട്ട് എറണാകുളത്തുനിന്നവര് വന്നു. പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി തയ്യാറാക്കിട്ട് കൊണ്ടുവന്നാണ് ജോലി തിരക്കിനിടയില്. നമ്മുടെ ഡേവിസ് മാത്രമാണ് കൂടെ വന്നിരിക്കുന്നത്. നല്ലൊരു പാട്ടൊക്കെ പാടി എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഡേവിസ് നന്ദി പറയുന്നു. പിന്നെ മേരിയുടെ അപ്പനും അമ്മയും നന്ദി പറയുന്നു. എല്ലാവരും ഇനി പ്രാർത്ഥിക്കുക, ആരോഗ്യത്തോടു കൂടി ഇവിടെയല്ലേ? ിക്കൂ